സ്ത്രീയെ മാത്രം, സ്ത്രീയെ പിന്നെ നമ്മൾ വേശ്യ എന്നുള്ള നിലയിൽ, സ്ത്രീയാണ് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ള നിലയിൽ സമൂഹം കാണും. പതിൽ തുറന്നു കൊടുക്കാതെ ഒരാളിനകത്ത് കയറാൻ പറ്റുമോ? പറ്റില്ല. മതിൽ ചാടണോ? അല്ലെങ്കിൽ വാതിൽ തുറക്കാതെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇൻഡയറക്റ്റായിട്ട് അവർ ചോദിക്കുന്നത് എന്താണ്? സ്ത്രീയുടെ അനുവാദമില്ലാതെ ഗർഭിണിയാക്കാൻ പറ്റുമോ? പറ്റും. അതിനാണ് റേപ്പ് എന്ന് പറയുന്നത്. പെൺകുട്ടിയുടെ ബ്ലൗസോ അല്ലെങ്കിൽ കൈ എന്തെങ്കിലും ഒരു പാർട്ട് ഞാനിന്ന് വലിച്ചു കീറി എൻ്റെ ക്യാമറയിൽ വന്നു കഴിഞ്ഞത്. പെൺകുട്ടി വഴങ്ങും. പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ചാരിത്രം, പുരുഷന് ചാരിത്രം പറയുന്നില്ല, പവിത്രത, ചാരിത്രം, ഇതൊക്കെ സ്ത്രീക്കേ പറയുന്നുള്ളൂ. കാരണം എന്താണ്? കോൺഗ്രസിനകത്ത് വലിയ വില കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സ്വകാര്യ ജീവിതം സ്വകാര്യമറ്റവർക്ക് കൊണ്ടുപോകാൻ അറിയാം, പൊതുജീവിതം പൊതുവിൽ കൊണ്ട് അവരെല്ലാം മഹാന്മാരും ഹരിചന്ദ്രന്മാരും സത്യസന്ധരമാണെന്നൊന്നും നമ്മൾ ഒരു ഇവാലുവേഷനിലൂടെ നടത്തണ്ട. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വളരെ കാഷ്വലായിട്ട് ചാനലുകാരോട് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞു. അല്ലാതെ ലഘുപീഡനം, ഇത് ഗുരുപീഡനം. ഏത്? സന്ദീപ് വാര്യർ എന്ന് പറയാനാണ് ലോക കുരുത്തുരുമ്പ് ഉടായിപ്പോവാണ്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കിടക്കുന്ന ഫോട്ടോയിൽ പറയുന്ന ആളാണ് അത് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് കാണിക്കുന്നതിന് പകരം തുപ്പി കാണിക്കുക എന്ന് പറയും. നമ്മൾ പേര് പറയുന്നത് തുപ്പി കാണിക്കുക എന്നൊക്കെ പറയും കൊച്ചു പിള്ളേർ കളിക്കുമ്പോൾ. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് കടുത്ത നടപടികൾ സ്വീകരിക്കാത്തത്? കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ നിയമ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. സത്യത്തിൽ ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു പ്രവൃത്തിയാണോ ചെയ്യേണ്ടത്? സമൂഹത്തിന് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? എന്തായാലും നിരവധി ചോദ്യങ്ങൾ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. രണ്ട് വിഷയങ്ങളുണ്ട്. ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ചാനലിലൊക്കെ വരുന്നൊരു മാഡം ഉണ്ടല്ലോ, കണ്ണൂരിൽ. അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ സംഭവം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വളരെ കാഷ്വലായിട്ട് ചാനലുകാരോട് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞു. ആ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA ആണ്, പിന്നെ വക്കീലന്മാർ കാണും, കൂടെ പണമുള്ളവർ കൂടെ കാണും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോടതിയിൽ പോകും. അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് വരുമ്പോൾ അദ്ദേഹത്തിന് പോയി കോടതിയിൽ അറസ്റ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ജാമ്യം എടുക്കുക, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനും ഇങ്ങനെ ഒളിവിൽ പോയി ഓടി ഇപ്പോൾ അവസാനം ഇന്നലെയും കണ്ട ബലഗരൂന്ന് മറ്റേ കർണാടക ബോർഡറിൽ നിന്ന് അദ്ദേഹത്തിനെ കണ്ടുവന്നോ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷന് വേണ്ടി നിനക്ക് നട്ടല്ലുണ്ടോടോ എന്ന് ഞാനല്ല ചോദിക്കുന്നത്, ഷമാ മുഹമ്മദ്. ഇവന് നട്ടല്ലില്ലല്ലോ, ഈ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തുടക്കം മുതൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ഇന്ന് ഒരു വനിതാ നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, സ്ത്രീകളെയൊന്നും പേര് പറഞ്ഞിട്ട് നമുക്കിന്ന് കൊടുക്കാനൊന്നും വരും, ഒരു വനിതാ നേതാവ് കൊല്ലത്തുനിന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഈ പത്രസമ്മേളനം, അപ്പോൾ അവർ പറഞ്ഞൊരു പ്രയോഗമാണ്, നല്ല രസമാണ്. അല്ലാതെ ലഘുപീഡനം, ഇത് ഗുരുപീഡനം. ഏത്? മുകേഷ് ചെയ്തത് ലഘുപീഡനമാണ്. അപ്പോൾ ഒരു സ്ത്രീ തന്നെ വന്നിരുന്ന് പറയുകയാണ് പീഡനത്തിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ പഠനത്തിന് ഇപ്പോൾ CRPC-യിലൊക്കെ വരുമായിരിക്കും, ഇത് പഠിക്കാനായിട്ട് വരും. ലഘുപീഡനം എത്ര, പീഡനത്തിൻ്റെ അളവ് എത്ര സമയം പിടിപ്പിക്കും. അപ്പോൾ ലഘുപീഡനം വന്നു, ഗുരുപീഡനം വന്നു, അല്ലെങ്കിൽ കഠിന പീഡനം വന്നു. ഇങ്ങനെ ന്യായീകരിച്ച് പോവുകയാണ്. ബിന്ദുകൃഷ്ണ പറയുന്നു പാർട്ടിക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ പുറത്താക്കിയപ്പോൾ തന്നെ പുറത്താക്കിയ ആളെങ്ങനെയാണ് നിയമസഭയിൽ അവിടെ പോയി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അവിടെ പോയി പിന്നെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. പാർട്ടി ഇതിനകത്ത് വലിയ വില കൊടുക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി വലിയ വിലയാണ് കൊടുക്കുന്നത്. എന്തിനിങ്ങനെ ചെയ്യുന്നു? അങ്ങനെ ചെയ്താതെ തുടക്കം മുതൽ തന്നെ വന്നപ്പോൾ പിന്നെ ഇപ്പോൾ അവസാനം പറഞ്ഞ് ലാസ്റ്റിലെടുത്തിരിക്കുന്ന എന്തൊരു തീരുമാനമായിട്ട് ഇന്ന് രാവിലെ മുതൽ മുൾമുനെ നിർത്തി, എല്ലാ നേതാക്കളും ചാനലുകാർക്കെല്ലാം മുൾമുനെ നിർത്തി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അവസാനം എടുത്തിരിക്കുന്ന തീരുമാനമൊന്നും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പുറത്താക്കണ്ട, നിയമപരമായിട്ട് എന്ത് വരട്ടെ. എന്തിനാണ് ഇങ്ങനെ തൂങ്ങുന്നത്? ഒരു പാർട്ടി വലിയൊരു പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്. ഒരാളിനെ കളഞ്ഞിട്ട് അവർക്ക് കൃത്യമായ തിരഞ്ഞെടുപ്പിന് പറഞ്ഞൂടെ മുകേഷൻ രാജിവെക്കണം അല്ലെങ്കിൽ ഞങ്ങളാണ് നല്ല പാർട്ടി എന്ന് അവർക്ക് പറയാനുള്ള ചാൻസ് അവർ കളയുകയാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്നറിയാവോ? ഈ രാഷ്ട്രീയത്തിനകത്തൊക്കെ വന്നുപെട്ടിട്ടുള്ള സീനിയർ നേതാക്കൾ പലരും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ എന്ത് പറയുമ്പോഴും ഒരു പോസ്റ്റർ ഇപ്പോൾ കറങ്ങുന്നുണ്ടല്ലോ, നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ചൊരു പോസ്റ്റർ ഇപ്പോൾ കറങ്ങുന്നുണ്ട്, പണ്ടത്തെ കഥയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ നാട്ടുകാർ പിടിച്ചതാണ്, വേറെ വിഷയമൊന്നുമില്ലാതെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ കറങ്ങുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നേതാക്കളെക്കുറിച്ച്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചാൽ അല്ലെങ്കിൽ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ ഞങ്ങൾ വേറെ ചിലരുടെ പോസ്റ്റ് ഇടും. ഇതാണ് ഈ സൈബർ കിളികളുടെ ഒരു പരിപാടി. അപ്പോൾ ഇതെല്ലാം വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണല്ലോ, അല്ലെങ്കിൽ ഇപ്പം FB യൂണിവേഴ്സിറ്റി ആണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്, ബാക്കി ആളുകളല്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിഷയമുണ്ട്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ ഈശ്വർ അകത്തായതിൽ വേറൊരാൾ നമ്മൾ പറയാതെ പോയൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? സന്ദീപ് വാര്യർ.
സന്ദീപ് വാര്യർ എന്ന് പറയുന്നതാണ് ലോക കുരുത്തുരുമ്പ് ഉടായിപ്പാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയി. അയാൾ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം പക്വതയോട് സംസാരിക്കണ്ടേ? പിന്നെയും അദ്ദേഹം ഞാൻ BJP കാരനൊന്നുമല്ല, BJPക്ക് എനിക്ക്, പക്ഷേ മറ്റൊരു പാർട്ടിയെ പ്രതിപക്ഷമില്ല ബഹുമാനമില്ലാതെ വന്നിരുന്ന് അങ്ങ് അലക്കി വെളുപ്പിക്കും. അങ്ങനെ ഒരാളാവാൻ പാടില്ല. നമ്മൾ നേതൃത്വ സ്ഥാനത്ത് എത്തിയല്ലോ, ഇയാൾ നാളെ മന്ത്രിയായാലോ ഇത് തന്നെയായിരിക്കും സ്ഥിതി. പക്ഷേ അയാളുടെ ഒരു ഉടായ്പ ഇതിനകത്ത് കിടപ്പുണ്ട്. അയാളാണ് ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ സംഘത്തിനെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ബഹളം ഉണ്ടാക്കി. അയാൾ ആദ്യം ഈ പെൺകുട്ടിയോ ഈ അതിജീവിതയോടൊപ്പം നിൽക്കുന്ന കല്യാണ ഫോട്ടോ ആദ്യം ഇടുന്നു. എടാ ഞാൻ കല്യാണ ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്ന് രാഹുൽ ഈശ്വറിനോട് വിളിച്ച് പറയുന്നു. ഉടനെ രാഹുൽ ഈശ്വർ പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ തട്ടിക്കോളാമെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ തട്ടുന്നു. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കിടക്കുന്ന ഫോട്ടോയിൽ പറയുന്ന ആളാണ് അതിജീവിതം എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് കാണിക്കുന്നതിന് പകരം തുപ്പി കാണിക്കുക എന്ന് പറയും. നമ്മൾ പേര് പറയുന്നത് തുപ്പി കാണിക്കുക എന്നൊക്കെ പറയും കൊച്ചു പിള്ളേർ കളിക്കുമ്പോൾ. അതുപോലെ പറയാതെ ഐഡൻറ്റിറ്റി കിട്ടുന്ന നിലയിൽ രാഹുൽ ഈശ്വർ വേല കാണിച്ചിട്ടുണ്ട്. ഇതാണ് അയാളുടെ പേരിലുള്ള ഒരു പ്രധാന ആരോപണം കോടതിയിൽ വരുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാം എന്ത് ചെയ്തു? വെട്ടുക്കിളികളെല്ലാം എവിടെ കയറി? ഫേസ്ബുക്കിൽ കയറി അതെടുത്തോണ്ട് പോയി. അല്ലെങ്കിൽ ഉടനെ കട്ട് ചെയ്തില്ല. ഉടനെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് വിഡ്രോ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. സന്ദീപ് വാര്യർ ഡിലീറ്റ്. പക്ഷേ അപ്പോഴും ഇത് ആയിരക്കണക്കിന് ഫോൾഡറുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇതൊരു വലിയ വിഷയമാണ്. പിന്നെ എന്തുകൊണ്ട് സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവകാശം കൊടുത്തിരിക്കുന്നു? പുരുഷൻ്റെ കാര്യം പറയുന്നുണ്ട് എല്ലാവരും. സ്ത്രീക്കൊരു അവകാശം കൊടുത്തിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് മെയിൽ കമ്മീഷൻ വേണം. എന്തുകൊണ്ട് വിമൺ കമ്മീഷൻ വന്നു? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തിരിക്കുന്നു? അത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടി, പുരുഷന്മാരാണ് കൂടുതൽ കൊടുത്തത്, സ്ത്രീകളല്ല കൊടുത്തത്. പുരുഷന്മാരായ ജഡ്ജിമാരും ജസ്റ്റിസുമാരും നിയമപാലകരും ഒക്കെ കൂടി കൊടുത്തിട്ടുള്ളൊരു അവകാശമാണത്. എന്തിന് സ്ത്രീക്ക് അങ്ങനത്തെ അവകാശം കൊടുത്തു? അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ എല്ലാവരും സംസാരിക്കാൻ. കൊടുത്തത് 2 പ്രശ്നങ്ങളുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച്. ഒന്ന്, അവരെ മോട്ടിവേറ്റ് ചെയ്താൽ ഫാൾസ് ആയിട്ടുള്ള മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ മോട്ടിവേഷൻ കൊടുത്താൽ കല്യാണം കഴിച്ചോളാം, ചിലവിന് കൊടുക്കാം, ഇങ്ങനെ തെറ്റായ മോട്ടിവേഷൻസ് കൊടുത്താൽ സ്ത്രീകളെ പറ്റിക്കപ്പെടുന്നതാണ് പുരുഷൻ്റെ ഒരു രാസലീല. രണ്ടാമത്, സ്ത്രീകൾ ഗർഭിണികളാകാനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ സ്ത്രീകൾ ഗർഭിണികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തതാണ് പ്രധാന വിഷയം. സ്ത്രീക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ പുരുഷനുമായി ഇങ്ങനെ ഏതെങ്കിലും ബന്ധത്തിലോ ഹോട്ടലിലോ എന്തെങ്കിലും ഒരു സംഭവത്തെ പിടിച്ചാൽ പുരുഷനെ പിന്നെ നമ്മളൊന്നും കുറ്റമൊന്നും പറയില്ല. സ്ത്രീയെ പിന്നെ നമ്മൾ വേശ്യ എന്നുള്ള നിലയിൽ, സ്ത്രീയാണ് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ള നിലയിൽ സമൂഹം കാണും. പണ്ട് എൻ്റെ നാട്ടിൻപുറത്തൊക്കെ ഈ ഒരു ഗ്രാമത്തിലൊക്കെ പറയുന്നൊരു പഴമൊഴിയുണ്ട്, ശരിയാണത്. നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ശല്യമാണ് പയ്യൻ. അപ്പോൾ അവനെ പിടിച്ച് എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടിയെ പിടിച്ച് കെട്ടിക്കും. കാരണം ഇവനേക്കാൾ സമ്പത്ത് കുറഞ്ഞ പാവപ്പെട്ട പെൺകുട്ടികൾ പല വീട്ടുകളിലും ഉണ്ടല്ലോ. ഒരു പുരുഷനെ പോലും നോക്കാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ പഴയ കഥയെ പിടിച്ച് കെട്ടിക്കും. പറയണ ന്യായം എന്താണ്? ഈ തെമ്മാടിത്തരം നടക്കുന്നവനെ കോഴിയെ പിടിച്ചു കെട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകളെ കെട്ടിച്ചു കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അത് നടക്കത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു അപ്പർ ഹാൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ആവശ്യവുമുണ്ട്, അതെല്ലാ കാലത്തും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വ്യാപകമായി അതുകൊണ്ടാണ് സ്ത്രീയെ നോക്കിയാൽ, തൊട്ടാൽ, സ്പർശിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഈ കേസുകൾ ഇങ്ങനെ ഒരുപാട് കേസ് വെച്ചിരിക്കുന്ന കാര്യം അതാണ്. അല്ലെങ്കിൽ വ്യാപകമായി എന്ത് നടക്കും? കാരണം അങ്ങനെ ഒരു പുരുഷൻ്റെ ഒരു പക്വത വന്നില്ല, അങ്ങനെ ഒരു സമൂഹം വന്നില്ല. അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊന്നും ഈ വിഷയമില്ല. ഇപ്പോൾ വസ്ത്രം കുറഞ്ഞ് കുറച്ച് വസ്ത്രമൊക്കെ ശരീരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ എന്ന് പറഞ്ഞ് നോക്കി ശല്യം ചെയ്ത് തോണ്ടി പിടിക്കണ കാര്യമൊന്നും വിദേശത്തൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ അത് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നതിനാണ് ഈ നിയമങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ പ്രശ്നം, സുപ്രീം കോടതിയിലെ 25ഓളം കേസെങ്കിലും വളരെ പ്രമുഖരായ, പ്രത്യേകിച്ച് ഓഫീസുകളുമായി ബന്ധപ്പെടുത്തി, ചാനലുകൾ, ഓഫീസുകളിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു 25 പേരെങ്കിലും അനാവശ്യമായി ജയിലിൽ കടന്നിട്ടുണ്ട്. ഈ സ്ത്രീകൾ ഇതിനെ മിസ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായി. കേരളത്തിൽ 8-10 കേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. വളരെ പ്രമുഖമായ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളും എന്ത് ചെയ്യുകയാണ്? ഇതൊരു സൗകര്യമായിട്ടെടുത്ത് ചെറിയ വിഷയം ഉണ്ടെങ്കിൽ പോലും അതിനെ ഊതി വിറപ്പിച്ച് പിന്നെ ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കി പുരുഷനെ അകത്തിടാൻ പറ്റുമോ? ഹണി ട്രാപ്പൊക്കെ ഉണ്ടല്ലോ. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ചെയ്യുന്നതല്ലേ, പുരുഷനാരെയും പോയി ഹണി ട്രാപ്പ് ചെയ്യാറില്ല. അപ്പോൾ അതുണ്ട് ഇവിടെ. അതുള്ളപ്പോൾ പുരുഷന്മാരെ ഇങ്ങനെ ഹണി ട്രാപ്പ് ചെയ്യുകയോ പുരുഷന്മാരെ ഇങ്ങനെ തട്ടിക്കുകയോ പറ്റിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കർശനമായ നിയമം കൊടുക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്ന നിയമങ്ങൾ വന്നോട്ടെ. പക്ഷേ അതിനപ്പുറം സ്ത്രീക്ക് തുല്യമാണ് പുരുഷനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കണ്ടീഷനിൽ ഇപ്പോഴത്തെ ലോകത്ത് പറയാൻ പറ്റത്തില്ല. വിദേശത്തൊക്കെ നമുക്ക് സമ്മതിക്കാം, ഇന്ത്യയിൽ അത് പറ്റത്തില്ല. ഇപ്പോഴും ഒരു പാട്രിയാർക്കൽ അല്ലെങ്കിൽ ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം തന്നെയാണ് നമ്മൾ. അവർക്കാണ് ഇതിനകത്ത് അപ്പർ ഹാൻഡ് കിട്ടുന്നത്. കാരണം ശാരീരികമായ ഒരു പ്രശ്നവും കൂടി ഉണ്ടവർക്ക്. പിന്നെ വേറൊരു ഈ പ്രിയങ്കയെ പോലുള്ള ചില നടികൾ, അതുപോലെ തന്നെ മറ്റൊരു നടിയുണ്ട് സീമാജി നായർ,
ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരും ഇൻഡയറക്റ്റ് ചോദ്യമാണ്. മതിൽ തുറന്നു കൊടുക്കാതെ ഒരാളിനകത്ത് കയറാൻ പറ്റുമോ? പറ്റില്ല. മതിൽ ചാടണോ? അല്ലെങ്കിൽ വാതിൽ തുറക്കാതെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇൻഡയറക്റ്റായിട്ട് അവർ ചോദിക്കുന്നത് എന്താണ്? സ്ത്രീയുടെ അനുവാദമില്ലാതെ ഗർഭിണിയാക്കാൻ പറ്റുമോ? പറ്റും. അതിനാണ് റേപ്പെന്ന് പറയുന്നത്. ഒന്ന്, സ്ത്രീക്ക് ജ്യൂസ് കൊടുത്തിട്ട്, നമ്മൾ സിനിമയിലേ കാണുന്നില്ലേ, ഉറക്ക ഗുളിക കൊടുത്ത് ജ്യൂസ് കൊടുത്ത് റേപ്പ് ചെയ്ത് എന്തെല്ലാം രീതിയിൽ സ്ത്രീകളെ ഗർഭിണികളാക്കുന്നു. കെട്ടിയിട്ട് കൈയും കാലും കെട്ടിയിട്ട് റേപ്പ് ഗർഭിണികളാക്കുന്നു. അങ്ങനെയൊക്കെ പറ്റും. പിന്നെ വേറെ ഒരു കുഴപ്പമുണ്ട്. ഒരു പുരുഷൻ കായിക ശക്തിയിൽ മുന്നിൽ നിൽക്കുന്ന ആളാണെങ്കിൽ സ്ത്രീക്ക് കായിക ശക്തി കുറവാണെങ്കിൽ പേടിച്ചു പോവും. പെൺകുട്ടികൾ പേടിച്ചു. പിന്നെ പറയണതെല്ലാം ചെയ്യും. മാത്രമല്ല ഇവരുടെ നഗ്ന ഫോട്ടോ എടുക്കുക. ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നു, ഞാനൊരു റിയൽ സിറ്റുവേഷൻ പറഞ്ഞു. പെൺകുട്ടി ഹോട്ടലിലേക്ക് കയറി വന്നു. പെൺകുട്ടിയെ ക്യാമറ എങ്ങനെ ഞാൻ ഓൺ ചെയ്ത്, പെൻ ക്യാമറ എങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് പെൺകുട്ടിയുടെ ബ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട് ഞാനിന്ന് വലിച്ചു കീറി എൻ്റെ ക്യാമറയെ വന്നു കഴിഞ്ഞത്. അപ്പോൾ പെൺകുട്ടികൾ എന്നെ വിടണം ചേട്ടാ, അല്ലെ എന്നെ ഉപദ്രവിക്കില്ല സാറേ എന്ന് പറയുമ്പോൾ, നിന്നെ ഉപദ്രവിക്കുന്നില്ല, ഇതെൻ്റെ ഇരിക്കുകയാണ്, ഞാൻ പറയണതെല്ലാം വഴങ്ങിയില്ലെങ്കിൽ നിൻ്റെ ഇത് വെളിവിടും ഞാൻ. പെൺകുട്ടി വഴങ്ങും. പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കല്യാണം കഴിക്കുന്ന കാര്യം പറയാം, പണത്തിൻ്റെ കാര്യം പറയാം, അധികാരത്തിൻ്റെ കാര്യം പറയാം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ മേൽ ഷോവനിസമൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഇത് പഠിക്കണം. രാഹുൽ ഈശ്വറൊക്കെ ഇത് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം സ്ത്രീകൾ ഈ ഒരു അപ്പർ ഹാൻഡ് കിട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ കിട്ടിയെന്ന് വിചാരിച്ച് സ്ത്രീകൾ ഇത് ട്രാപ്പ് ചെയ്യാൻ നടക്കുകയും ചെയ്യരുത്. ഭർത്താവായുള്ള സ്ത്രീ അത് മറച്ചു വെച്ച്, ഏത് കേസിലായാലും, ഈ കേസിലല്ല ഞാൻ പറഞ്ഞു, ഭർത്താവുള്ളൊരു സ്ത്രീ അത് മറച്ചു വെച്ച് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം വയ്ക്കുന്നു. ബന്ധം വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ലൈംഗിക ബന്ധമാണെങ്കിൽ ഭർത്താവ് അറിയാതെ കൊണ്ടുപോക്കണം. ഇനി അല്ല, ഭർത്താവിന് പരാതിയില്ലെങ്കിൽ, അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. ഭർത്താവിന് പരാതിയില്ലാതെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് ഭർത്താവും വേറെ പോണ കഥകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. രണ്ടുപേരും തിരക്കാറില്ല, രണ്ടുപേരും അതൊക്കെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? വിവാഹത്തിലേക്ക് പോകണം. അത് അവർ തമ്മിലൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ പോവേണ്ടതാണ്. ഈ രണ്ട് പാർട്ടീസ് തമ്മിൽ മെയിലും ഫീമെയിലുമായിട്ട് പോകേണ്ട ഒരു എഗ്രിമെൻറ്റാണ്. ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ സമൂഹം ഗൗരവമായി ഇത് ചർച്ച ചെയ്യണം. അല്ലാതെ സ്ത്രീയും പുരുഷനും തുല്യമല്ല, തുല്യമാകാൻ പറ്റുകയുമില്ല. അതൊരു വളരെ പ്രധാന വിഷയമാണ്. അങ്ങനെ തുല്യമാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശരീരത്തിന് ഇപ്പോൾ ചാരിത്രം, പുരുഷന് ചാരിത്രം പറയുന്നില്ല, പവിത്രത, ചാരിത്രം, ഇതൊക്കെ സ്ത്രീക്കേ പറയുന്നുള്ളൂ. കാരണം എന്താണ്? അങ്ങനെ ഒരു സമൂഹമായാണ് നമ്മൾ നിൽക്കുന്നതിപ്പോൾ. മാറുമ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാപ്പിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈക്കോടതി പോയ ജാമ്യം കിട്ടും. രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് 75(1)(3)(1) എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെക്സ് ഇൻഡ്യൂസ്ഡ് കളേഡ് പരിപാടിയൊക്കെയാണ് പറയുന്നത്. അത് നിൽക്കുമെന്നറിയത്തില്ല. കാരണം അദ്ദേഹം അത് പറയുന്നില്ല, ഫോട്ടോ ഒന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. ഇൻഡയറക്റ്റ് സാധനമേ രാഹുൽ ഈശ്വറിനുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനും എന്ത് കിട്ടാൻ. പിന്നെ 2 ദിവസം കിടന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി വിചാരിക്കും 2 ദിവസം കിടന്നല്ലോ, അത്രയും ശിക്ഷ മതി, കാരണം ഇത് ചെറിയ കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് രാഹുൽ ഈശ്വറിന് കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റേ ആളിനുണ്ടല്ലോ, മറ്റേ ആളും അകത്താവും. ആര്? നമ്മളെ മറ്റേ പാലക്കാട്ടുകാരനുണ്ടല്ലോ, ഈ വാര്യർ, സന്ദീപ് വാര്യരും അകത്താവും. പിന്നെ ഒരു 20 പേരുണ്ട് ഈ കേസ്. ആ 20 പേരും കുറേശ്ശെ കേസ് പറയേണ്ടി വരും. കൂടെ പോയ ഫെനി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇപ്പം സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കുകയല്ലേ, അയാളും കേസ് പറയേണ്ടി വരും. പക്ഷേ കോൺഗ്രസ് ഇതിനകത്ത് വലിയ വില കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും അത് കൊടുക്കേണ്ടി വരും തെരഞ്ഞെടുപ്പിന്. അവർ എത്ര സ്വർണ്ണമെന്നൊക്കെ പറഞ്ഞാലും ഒരു അപ്പർ ഹാൻഡ് ഈ സ്വർണത്തിൻ്റെ വിഷയത്തിലും മറ്റ് പല കാര്യങ്ങളിൽ ഒരു അപ്പർ ഹാൻഡ് ആർക്ക് കിട്ടിയതാണ്? ഇവർക്ക് കിട്ടി, കോൺഗ്രസ്സിന്. പക്ഷേ അപ്പർ ഹാൻഡ് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ലോവർ ഹാൻഡിലാണ് ഇറങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് കോൺഗ്രസ് ഇതിനെ പുറത്താക്കുക എന്ന് മാത്രമല്ല, യുവാക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരോട്, യൂത്ത് കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, രമേശ് ചെന്നിത്തല പിന്നെ തുടങ്ങി നിങ്ങൾ ആരെ എടുത്തോളൂ, എ കെ ആൻ്റണി മുതൽ ഉമ്മൻചാണ്ടി മുതൽ ആരെ എടുത്താലും, വിഷ്ണുനാഥ്, പി സി വിഷ്ണുനാഥൊക്കെ വളരെ ചെറുപ്പത്തിലേ രാഷ്ട്രീയത്തിൽ വന്ന് MLA ഒക്കെ നിൽക്കുന്നവരാണ്. അവരൊക്കെ വളരെ പക്വതയോടെ നിൽക്കുന്നതാണ്. സ്വകാര്യ ജീവിതം സ്വകാര്യമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ അറിയാം, പൊതുജീവിതം പൊതുവിൽ കൊണ്ട്. അവരെല്ലാം മഹാന്മാരും ഹരിചന്ദ്രന്മാരും സത്യസന്ധരമാണെന്നൊന്നും നമ്മൾ ഒരു ഇവാലുവേഷൻ ഇവിടെ നടത്തണ്ട. പക്ഷേ അവർക്ക് സ്വകാര്യ ജീവിതം അങ്ങനെ കൊണ്ടുപോകാൻ അറിയാം, പൊതുജീവിതം ഇങ്ങനെ കൊണ്ടുപോകാനും അറിയാം. അത് കൊണ്ടുപോകേണ്ടത് ഒരു വലിയ മാന്യതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ നമ്മളെ വനിതാ നേതാവ്, കൊല്ലത്തെ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് പറഞ്ഞതുപോലെ, ചെറിയ പീഡനം, വലിയ പീഡനം, ലഘുപീഡനം, ഗുരുപീഡനമൊന്നുമില്ല. കാണിക്കുന്ന തോന്നിയവാസമാണ്. പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് ഇത് ചെയ്യാൻ അവകാശമില്ല. അവർ സ്വകാര്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് രഹസ്യവും മറ്റു കാര്യങ്ങളും സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് എപ്പോഴും എന്ത് ചെയ്യും? ഇത് നോക്കും. ഒരാൾ പൊതുരംഗത്ത് വന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പബ്ലിക്
ഒരു വിജിലൻസ് പബ്ലിക്കിനുണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം പൊതുരംഗത്ത് നിൽക്കാൻ.